ഒരു സിനിമയുടെ ഏതെങ്കിലും ഒരു സ്റ്റില്ലോ ആ സിനിമയുടെ ഏതെങ്കിലും ഭാഗത്ത് യൂസ് ചെയ്തിട്ടുള്ള ഒരു BGM-ഓ ഒരു ഷോട്ടോ കണ്ടു കഴിഞ്ഞാൽ അത് ഇന്ന പടത്തിലെയാണെന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന, എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സിനിമയാണ് സാഗർ ഇലിയാസ് ജാക്കി, അമൽ നീരദിന്റെ പടം. 2009 ഈ പടം റിലീസ് ആകുന്നത്, മാർച്ച് 26 ഈ ഡേറ്റ് ഇത്ര കൃത്യമായിട്ട് ഓർത്തിരിക്കാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്ന്, ഈ പടം റിലീസ് ആവുന്ന സമയത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഈ സിനിമ വരുന്നുണ്ട്, അതായത് 20-ാം നൂറ്റാണ്ടിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ടെന്ന് ഫസ്റ്റ് ന്യൂസ് വരുന്ന സമയത്ത് തന്നെ ഈ സൂര്യ ടിവിയിലും കിരൺ ടിവിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് 20-ാം നൂറ്റാണ്ട് സിനിമ ടെലികാസ്റ്റ് ചെയ്യും. ഇത് കണ്ടിട്ടില്ലേ, നമുക്ക് ഈ പടത്തിന്റെ സെക്കൻഡ് പാർട്ട് എങ്ങനെയായിരിക്കും, പ്രത്യേകിച്ച് അമൽ നീരദെല്ലാം ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെ ഉണ്ടാകും എന്ന് കാണാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ലാലേട്ടന്റെ ആ ഒരു ഗെറ്റപ്പ്, ആ ഒരു താടിയും ബുൾഗാനും ആ ഒരു കോട്ടും ഈ പരിപാടിയെല്ലാം സമയത്ത് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ സാധനം തിയേറ്ററിൽ എങ്ങനെ ഉണ്ടാകും എന്ന് അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പോരാത്തതിന് ആ സമയത്ത് ഞാൻ ഒരു കടുത്ത ലാലേട്ടൻ ഫാനുമായിരുന്നു. അങ്ങനെ ഈ സിനിമ ഞാൻ എന്റെ 8ാം ക്ലാസ്സിലത്തെ ലാസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് മാർച്ച് 26 ഈ പടം കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് അന്ന് തിയേറ്ററിൽ ക്രൗഡ് വളരെ കുറവായിരുന്നു. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, സെയിം ടൈമിൽ തന്നെ ഈ ഹരിഹർ നഗർ 2 ഹരിഹർ നഗർ റിലീസായി. അതേപോലെ തന്നെ സൂര്യയുടെ അയൻ എന്ന് പറയുന്ന സിനിമയും ഇതേ സമയത്ത് തന്നെയാണ് റിലീസ് ആവുന്നത്. സോ ഈ പടത്തിന് ആൾക്കാർ വളരെ കുറവായിരുന്നു. അങ്ങനെ ഞാൻ അന്ന് ഈ പടം കണ്ടു. എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു ഈ സിനിമ തിയേറ്ററിൽ കാണുന്ന സമയത്ത്. എന്നിട്ട് പിന്നീട് ഈ പടത്തിന്റെ DVD റിലീസിന് ശേഷം DVD എന്റെ വീട്ടിൽ കൊണ്ടുവന്നു. വൈകുന്നേരം ഒരു 7 മണിക്ക് നമ്മൾ സിനിമ ഇട്ടു, കണ്ടു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ചെയ്ത പരിപാടി വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഈ പടം ഒന്നുകൂടി കണ്ടു. അതായത് ഈ വല്ലാത്തൊരു അഡിക്ഷൻ ഈ പടത്തിനോട് എനിക്ക് തോന്നി. അത് ഈ സിനിമയുടെ കഥ കൊണ്ടൊന്നുമല്ല കേട്ടോ. അതായത് കഥയുടെ സ്റ്റോറി ലൈനൊക്കെ നോക്കിക്കഴിഞ്ഞാല് കഥാപരമായിട്ട് അങ്ങനെ വലിയ സ്ക്രിപ്റ്റിംഗ് ബ്രില്യൻസ് ഉള്ള സിനിമയൊന്നും അല്ല. നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുള്ള തമിഴ്, തെലുങ്കു, അതുപോലെ തന്നെ ഹിന്ദി, മലയാളത്തിലെ തന്നെ ചില ഈ അധോലോകം പടം കണ്ട സെയിം ടെംപ്ലേറ്റിലാണ് ഈ പടത്തിന്റെ കഥയും പോകുന്നത്. പക്ഷെ ഈ പടത്തിന് ടെക്നിക്കലി എന്തൊക്കെയോ ചില പ്രത്യേകതകളുണ്ട്. പക്ഷെ അന്ന് അത് എനിക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണല്ലോ. എന്ന് മാത്രമല്ല, നമ്മളൊരു അഡോളസെന്റ് പ്യൂബർട്ടി ഏജില് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനോട് ഒരു ആരാധന എല്ലാം തോന്നിക്കഴിഞ്ഞാലില്ലേ, ബ്ലൈൻഡ്ലി ഭയങ്കര ആരാധനയായിരിക്കും. സോ എനിക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആ സമയത്ത് തന്നെ എന്റെ സ്കൂളിലുള്ള എന്റെ ഫ്രണ്ട്സിനോടെല്ലാം ഞാൻ ഈ സിനിമയെ കുറിച്ച് പറയുന്ന സമയത്തില്ലേ, അവർക്കത് വലിയ വിഷയമൊന്നുമല്ല, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ എനിക്കത് ഭയങ്കര ഒരു ആവേശമായിരുന്നു. പിന്നെ കുറെ വർഷങ്ങൾ കഴിഞ്ഞു, വീണ്ടും എന്റെ സ്കൂൾ കഴിഞ്ഞു, കോളേജിലായി, പിന്നെ ജോലിയായി. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഞാൻ ഒരു 2020-22 ശേഷം ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഈ സിനിമയിലെ ഒരു ഷോർട്ട് അല്ലെങ്കിൽ ഏതൊരു പാട്ടോ അങ്ങനെ എന്തോ ഒരു കാര്യം കണ്ട സമയത്ത് ഇതിന്റെ കമന്റ് ബോക്സിലേക്ക് ഞാൻ പോയ സമയത്ത് കമന്റ് ബോക്സ് മൊത്തം ഈ സിനിമയെ പുകഴ്ത്തിക്കൊണ്ട്, അതായത് ഈ സിനിമയ്ക്ക് ഞാൻ മാത്രമല്ല എന്നെ പോലത്തെ വേറെയും കുറെ പ്രാന്തന്മാരുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. കമന്റ് ബോക്സിൽ മൊത്തം ഈ സിനിമയുടെ പാട്ടിനെ കുറിച്ചിട്ടും ഇതിലെ ലാലേട്ടന്റെ ഗെറ്റപ്പിനെ കുറിച്ചിട്ടൊക്കെ ആൾക്കാര് ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു അണ്ടർ റേറ്റഡ് പടമായി പോയി, മേ ബി ഈ സമയത്ത് റിലീസ് ആയിരുന്നെങ്കിൽ